എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണത് ചട്ടിയിൽ നട്ട ചുവന്ന അകത്തിച്ചീരയുടെ അടുത്താണ്. അപ്പൊ അകത്തിച്ചീര എന്ന് പറഞ്ഞാൽ 2 തരം അകത്തിച്ചീര ഉണ്ട്. ചുവപ്പ് അകത്തി ഉണ്ട്, വെള്ള അകത്തി ഉണ്ട്. അപ്പൊ പേരിന് ഇത് ചീരാന്നാണെങ്കിലും പയറ് വർഗത്തിൽപ്പെട്ട ഒരു കുച്ചിച്ചെടിയാണ് ഈ അകത്തി. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് അകത്തിച്ചീരക്ക്. അകത്തിച്ചീരയുടെ ഇലയും പൂവും പിന്നെ പൂവുണ്ടായി കഴിഞ്ഞാൽ ഒരു പയറുപണി പോലെ വരും. അപ്പൊ ആ പയറൊക്കെ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. അപ്പൊ അകത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയഡിൻ അടങ്ങിയിട്ടുള്ള ഏക ലീഫി വെജിറ്റബിൾ ആണ് അകത്തി. അപ്പൊ നമ്മുടെ വീടായി കഴിഞ്ഞാൽ നമ്മ ഒരു അകത്തിമരം എന്തായാലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. അപ്പൊ അകത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ അകത്തി മരമായി പോകുമെന്നുള്ളത്. പക്ഷെ അകത്തി നിങ്ങിപ്പൊ കണ്ടില്ലേ, ഈ ചട്ടിയിൽ നട്ടേക്കണ അകത്തി കണ്ടില്ലേ? ഈ ചട്ടിന്ന് ഇപ്പൊ 1 മാസം പ്രായമായ അകത്തിയുടെ തൈകളാണിത്. ഇപ്പൊ 1 മാസം കൊണ്ട് തന്നെ ഇത് അടിയനെ തുടങ്ങി ഫ്ലവർ വന്നേക്കണേണ്. അപ്പൊ ഓരോ ഇലകളുടെ ഇടയിലും പൂക്കളാണ് കണ്ട. അപ്പൊ നമ്മ ഒരു 2 അകത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്നും ഇതിൽ നിന്ന് പൂ നമുക്ക് കറി വെക്കാനൊക്കെ ആയിട്ട് എടുക്കാം. ഇലയെ നമുക്ക് കറി വെക്കാനൊക്കെ എടുക്കാം. ഈ അയഡിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തൈറോയിഡിന് ഏറ്റവും നല്ലതാണ് ഈ അകത്തി. അതേപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളിനൊക്കെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവും അകത്തിക്കുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അകത്തി. കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നമ്മ അകത്തിയുടെ ഇല നമുക്ക് കഴിക്കാം. തോരൻ വെച്ച് കഴിക്കാം, കറി വെച്ച് കഴിക്കാം. പൂവ് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അപ്പൊ പൂ നമുക്ക് കഴിക്കുമ്പോ അത് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളില് ഒരു നാര് പോലെ ഉണ്ട്. ഇത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട്. എന്നാല് കയ്പ്പ് കുറവായിരിക്കുള്ളൂ. കയ്പ്പ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു നേരെ കയ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളത്. അപ്പം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തിയുടെ ഈ വിത്ത്, ഇപ്പൊ ഈ വിത്ത് കണ്ടില്ലേ, ഇത് നമുക്ക് മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് വിത്ത് കിട്ടും. ആ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് തൈകൾ ഉണ്ടാക്കണത്. അപ്പൊ നമുക്കൊന്നില്ലെങ്കിൽ വിത്ത് നമുക്ക് പോട്ടി മിക്സറൊക്കെ തയ്യാറാക്കിയിട്ട് നമുക്കതിൽ നേരിട്ട് വിത്ത് പാകി കൊടുക്കാം. ഇതിപ്പോ നേരിട്ട് പാകി കൊടുത്ത തൈകളാണ്. അല്ലെങ്കിൽ നമുക്ക് വല്ല കവറിലൊക്കെ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് പറിച്ച് നട്ടു കൊടുക്കാം. പിന്നെ അകത്തിക്ക് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് പുഴുക്കള്, ഒരു പച്ച നിറത്തിലുള്ള പുഴുക്കള് വന്നിട്ട് ചെറുപ്രായത്തിൽ ഇലകൾ മുഴുവനും തിന്ന് തീർക്കും. നമ്മ കാണൂല, ഇലകളുടെ അതേ കളർ തന്നെ ആയിരിക്കുള്ളൂ ഈ പുഴുവിന്. ഇലയൊക്കെ തിന്ന് തീരുമ്പോഴായിരിക്കും നമ്മ നോക്കുമ്പോ ഈ ഞരമ്പിന്റെ അടികളിലും മോളിലൊക്കെ ഈ പുഴുക്കൾ ഇരിപ്പുണ്ടാവും. നിരന്ന് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. പക്ഷെ നമ്മ ആദ്യം നടുമ്പോ തുടങ്ങി വേപ്പെണ്ണ, പഞ്ചമ്മല് വേപ്പെണ്ണയും നമ്മ ലിക്വിഡ് സോപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വിവേറിയ ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പുഴുവിന്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഒരുവിധം വളർന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നങ്ങളില്ല അകത്തിച്ചീരക്ക്. ഒന്ന് വളരാൻ മാത്രമുള്ള അകത്തിച്ചീരക്ക്. പക്ഷെ പിന്നെ യാതൊരു പരിചരണങ്ങളും വേണ്ട. നമുക്ക് ഡെയിലി നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാം. പിന്നെ ഈ ചുവന്ന അകത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്നും ഫ്ലവർ ആയിരിക്കുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ എപ്പോഴും നമുക്ക് പൂ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടാ. ഈ ചട്ടിയിൽ നിൽക്കണ കാണുമ്പോ തന്നെ കണ്ടില്ല, നല്ല ഭംഗിയാണ്. നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയത് കൂടിയാണ് അകത്തി. ഇതിന്റെ ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടാ. ഫ്ലവറും ഉണ്ടായി കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ചെറുതേനീച്ചകളായിരിക്കുള്ളൂ കേട്ടോ. രാവിലെ നോക്കുമ്പോ ഈ പൂക്കളിൽ നിറച്ച് ചെറുതേനീച്ചകളായിരിക്കുള്ളൂ. പിന്നെ വെള്ള അകത്തിയും ഉണ്ട്. 2 തരം അകത്തി ഉണ്ടെന്ന് പറഞ്ഞല്ല. ഇപ്പൊ വെള്ള പൂവിന്റെ അകത്തിയും ഉണ്ട്, ചുവന്ന പൂവിന്റെ അകത്തിയുണ്ട്. വെള്ള അകത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൃശ്ചിക മാസമൊക്കെ തുടങ്ങിയ പൂട്ട് തുടങ്ങുള്ളൂ. അപ്പൊ അതില് ഈ പ്രത്യേക സമയത്ത് മാത്രമേ പൂടുള്ളൂ. അതേസമയം ചുവന്ന അകത്തി അങ്ങനെയല്ല, എല്ലാ ടൈമിലും നമുക്ക് പൂ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അകത്തി പൂ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇലകളും നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കാലോ. അപ്പൊ നമുക്ക് ചട്ടികളിൽ സ്ഥലം ഇല്ലാത്തവർക്ക് ചട്ടികളിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ് അകത്തി. പിന്നെ നമുക്ക് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി, ജൈവവളം മാത്രം കൊടുത്താൽ മതി. നമ്മ ഈ ഔഷധ ഗുണമുള്ള ചീരകൾക്കൊക്കെ തന്നെ നമ്മ വേറെ മറ്റുള്ള യാതൊരു വളങ്ങളും ഒന്നും കൊടുക്കാൻ പാടില്ല. അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള ജൈവവളം മാത്രം വെച്ച് നമ്മൾ കൃഷി ചെയ്താൽ മതി. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണോട്ട് അകത്തി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഈ അകത്തി പൂവിടണില്ലെന്ന് പറയണ വെച്ചാല് വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞിട്ടാണ് അകത്തി പൂവിടാത്തത്. ഇതേപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ അകത്തിമെന്ന് നമുക്ക് എപ്പോഴും
പൂ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് 1-2 ബാഗിലോ ഒക്കെ നട്ടുകൊടുക്കാം. സ്ഥലമുള്ളവർക്ക് നമുക്ക് മണ്ണിൽ നട്ടുകൊടുക്കാം. മണ്ണിൽ നട്ടുകൊടുത്തു കഴിഞ്ഞാല് വെള്ളക്കെട്ട് ഒന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കണം. നമുക്ക് വർഷങ്ങളോളം നിൽക്കുന്നതാണ് അകത്തി. നമ്മ ഒരു പ്രാവശ്യം നട്ടതിന് നമ്മ ഒരു വെള്ളം തീരുമ്പോ കളയണതല്ല മറ്റുള്ള ചീര പോലെയല്ല അകത്തി. നമ്മ നട്ട് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് പൂവും ഇലയും കായൊക്കെ തന്നെയാണ് അകത്തി. അപ്പൊ അകത്തി നിങ്ങൾ നടുമ്പോ നമുക്ക് അതിനനുസരിച്ചുള്ള സ്ഥലത്ത് തന്നെ വേണം അകത്തി നടാനായിട്ട്. അപ്പൊ ഇതാണ്ട വെള്ള പൂക്കളുള്ള അകത്തി കണ്ട, വെള്ള പൂക്കളുള്ള അകത്തിയുടെ തണ്ടൊക്കെ നല്ല വെള്ള കളറാണ്. നമ്മ അതൊരു റെഡിഷ് കളറായിരുന്നു കണ്ട. ഇതിന്റെ തണ്ടുകളൊക്കെ വെള്ള കളർ തന്നെയാണ്. പൂക്കൾ കണ്ട നല്ല വൈറ്റ് കളറാണ് പൂക്കൾ കണ്ട. ഇതേപോലെയാണ് വെള്ള അകത്തിയിരിക്കുന്നത്. ഞാനിത് താഴെ മണ്ണിലാണ് നട്ടേക്കണത്. പിന്നെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് കേട്ടോ. ടെറസിൽ ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഗ്രോ ബാഗിൽ നട്ട പ്ലാന്റ് നിപ്പുണ്ട്. അത് നമുക്ക് കുറ്റി ചെടിയായിട്ട് തന്നെ നട്ട് വളർത്താം. നമുക്ക് ഇതിങ്ങനെ പൊക്കം വെച്ച് പോകുമ്പോ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ കൈയെത്തിച്ച് പൊട്ടിക്കണ രൂപത്തിലായിരിക്കണം ഈ ഫ്ലവറൊക്കെ വരുമ്പോ. അപ്പൊ നല്ല പടർന്ന് പന്തലിച്ച് കുറ്റിച്ചെടിയായിട്ട് നിന്നോളും. അപ്പൊ നമുക്ക് 2 തരത്തിലുള്ള അകത്തിയും നിങ്ങൾ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം കണ്ട. ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് കണ്ട. നമുക്ക് ഞാൻ പറയില്ലേ, നല്ലൊരു കുറ്റിച്ചെടിയായിട്ടും നല്ലൊരു അലങ്കാര ചെടിയായിട്ടും ഇത്രയും ഗുണങ്ങളുള്ള ചീര വേറില്ല. അപ്പൊ എല്ലാവരും വീട്ടില് അകത്തിയുടെ തൈകള് വെച്ച് പിടിപ്പിക്കണം. അകത്തിയുടെ തൈകളും വിത്തുകളൊക്കെ ഇന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ അകത്തിച്ചീരയുടെ പൂ നമുക്ക് വിളവെടുക്കാം. അപ്പൊ കണ്ട, ഇതൊക്കെ വിളവെടുക്കാനായിട്ട് ഇരിക്കുന്ന പൂക്കളെ കണ്ട. ഇതേപോലെ നമുക്ക് വിളവെടുത്തോണ്ടിരുന്നതിനാ ഇനി നമുക്ക് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഡെയിലി നമുക്ക് വിളവെടുക്കാം. 1 മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവ് കിട്ടിയ ഒരു ചീരയാണ് കണ്ട. കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കഴിക്കാനും ടേസ്റ്റ് തന്നെ ഉണ്ടാ. നമുക്കിത് തോരൻ വെക്കാം. നമ്മ ചീരയൊക്കെ തോരൻ വെക്കൂലേ, അതേപോലെ തോരൻ വെക്കാം. എന്നിട്ട് അതിൽ കൂടെ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുത്താല് ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അപ്പൊ നമുക്ക് വെള്ളകത്തിയുടെ പൂവും കൂടെ നമുക്ക് വിളവെടുക്കാം. വെള്ളകത്തി നമ്മ എപ്പോഴും വിളവെടുക്കണതാണ് ഇതിന്ന്. ഇത് കുറേ ദിവസങ്ങളായി ഇതിങ്ങനെ ഫ്ലവർ ചെയ്തോണ്ടിരിക്കണ കണ്ട. നമ്മ ആവശ്യത്തിന് പൂവുണ്ടാവണൊക്കെ വിളവെടുത്തോണ്ടിരിക്കണതാണ്. നമുക്ക് ഇന്നത്തേക്കോ ആവശ്യത്തിനുള്ള നമുക്ക് ഫ്ലവറൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ട. നമുക്ക് ഇതേപോലെ ഡെയിലി നമുക്ക് വിളവെടുക്കാം. അപ്പൊ അകത്തിയൊക്കെ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യണം. അകത്തിച്ചീര നമുക്ക് ഞാൻ പറഞ്ഞല്ല, ഇലയും പൂവൊക്കെ നമുക്ക് കറി വെക്കാൻ എടുക്കാം. അപ്പൊ നമുക്ക് ചീര ഇനിയിപ്പോ നമുക്ക് അകത്തിച്ചീരയുടെ ഇല തനിച്ചല്ലാണ്ട് നമുക്ക് പൊന്നാങ്കണ്ണിയോ അല്ലെങ്കിൽ മറ്റുള്ള ചീരകളിലൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തോരനുണ്ടാക്കാം. ഇത്ര ആരോഗ്യ ഗുണങ്ങളുള്ള ചീര എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.